അദ്ദേഹം YMCA സ്ഥാപക പ്രസിഡന്റാണ്. വൈസ്മൻ ഇന്റർനാഷണൽ അങ്കമാലി സ്വാഗത പ്രസിഡന്റാണ്. CSA സ്ഥാപക പ്രസിഡന്റാണ്. അതായത് അദ്ദേഹം ആ കാലഘട്ടത്തിൽ നടന്ന എല്ലാ മേഖലകളിലും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. എല്ലാ ഹോസ്പിറ്റലിൽ തന്നെ സ്നേക് ബൈറ്റ് ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണ്. അതോടൊപ്പം വൈസ്മനുമായിട്ട് സഹകരിച്ച് അന്ന് നിങ്ങൾക്ക് അറിയില്ല രക്തമാക്കി അന്നെല്ലാം ബ്ലഡ് വേണമെങ്കിൽ പുറത്തു പോയാണ് വാങ്ങിക്കുന്നത്. ആരും രക്തം കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ടൊരു ബ്ലഡ് വാസുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് YMCA എല്ലാ മെമ്പർമാരും രക്തദാനം നടത്തുവാൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ ഡോക്ടർ ഈപ്പന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. അദ്ദേഹം 13 വർഷമായി ഇന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. ആ ഒരു വലിയ കോൺട്രിബ്യൂഷനൊക്കെയാണ് ഇന്നും ആ പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ലഭിച്ചത് അദ്ദേഹത്തെ ആദരിക്കുവാനായി എത്തിച്ചേർന്ന നമ്മുടെ മുഖ്യാതിഥിയെ ശ്രേഷ്ഠനായ മുഖ്യാതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. YMCA നാഷണൽ പ്രസിഡന്റ് എന്ന രീതിയിൽ ആഗോളതലത്തിൽ YMCA വളർത്തുന്നതിൽ ശ്രദ്ധേയമായ നിർണായകമായ പങ്കുവച്ചിട്ടുള്ള നമ്മുടെ മുഖ്യാതിഥി ജസ്റ്റിസ് ബെഞ്ചമിൻ കോശിയെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഈ സദസ്സിന് പരിചയപ്പെടുത്തുകയാണ്. മലേഷ്യയിലെ ബ്രിക്ക്ഫീൽഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിരുന്ന ശ്രീ കോശിയുടെ മകനായി ജസ്റ്റിസ് ജേക്കബ് ബെഞ്ചമിൻ കോശി ജനിച്ചു. പുത്തൻകാവ് മെട്രോപൊളിറ്റൻ ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തിരുവനന്തപുരം മാർ യുവാനിയോസ് കോളേജിൽ നിന്ന് BSc ബിരുദവും നേടി. എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് LLB LLM ബിരുദങ്ങൾ നേടിയ ശേഷം 1968 അഭിഭാഷകനായി ജോലി ആരംഭിച്ചു. എറണാകുളം ഹൈക്കോടതി, ലേബർ കോടതി, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, CEGAT എന്നിവിടങ്ങളിൽ ഭരണഘടന, നിയമം, വ്യവസായിക നിയമം, കസ്റ്റം, സെൻട്രൽ എക്സൈസ് എന്നിവയിൽ പ്രാക്ടീസ് ചെയ്തു. സ്നേഹമുണ്ട്. യോഗത്തിന്റെ അധ്യക്ഷൻ എപ്പോഴും സുസ്മരോഗനായി കാണാറുള്ള, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും YMCA നേതൃത്വത്തിലും സ്വന്തം നില സ്വാഗതം നൽകിയ വൈസ് പ്രസിഡന്റ് അങ്കമാലിയുടെ നേതാവ് ശ്രീ വലിയ കൂടിയ ബലങ്ങളിൽ പോകാതെ ഏറ്റവും ചെറിയ ജനങ്ങളിൽ ചികിത്സിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹത്തിന് ജനങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു, ആദരവുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാത്തവരത് വോളണ്ടിയറിക്കാൻ പോലും ആരുമില്ല. YMCA വൈസ് പ്രസിഡന്റ് ശ്രീ സാജു ചാക്കോ, ഉദ്ഘാടകൻ ഏറെ ആദരണീയനായ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി സർ, വേദിയിലെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇവിടെ ആദരിക്കപ്പെടുന്ന ഏറെ പ്രിയങ്കരനായ ഡോക്ടർ CK ഈപ്പൻ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ആർക്കും പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ CK ഈപ്പൻ എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അദ്ദേഹം അങ്കമാലിയിൽ ആതുര സേവന രംഗത്ത് നടത്തിയിട്ടുള്ള സേവനം ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം വളരെയധികം പ്രയോജനകരമായ രീതിയിൽ, അല്ലെങ്കിൽ അത് എത്രയോ ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അങ്കമാലി LF ആശുപത്രിയിൽ ദീർഘനാൾ സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം അദ്ദേഹം കോലഞ്ചേരി മെഡിക്കൽ കോളേജിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ സുദീർഘമായ സേവനം, അതൊക്കെ അദ്ദേഹം കോളഞ്ചേരിയിലായിരിക്കുമ്പോഴും അങ്കമാലിയോട് ആ അടുപ്പം എന്നും കാത്തു സൂക്ഷിച്ച് ഈ നാട്ടിലെ ഒരു കാര്യമുണ്ട്, ഫീസ് മെഷീനിൽ പോകാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല, വർഷക്കാലം സമയം കിട്ടുമ്പോഴൊക്കെ ഡോക്ടർ നമ്മുടെ കരിയാറുള്ള അവിടുത്തെ പാലിയേറ്റീവ് കെയർ സെന്റർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സെന്ററാണ്. എത്രയോ രോഗികൾ അവിടെ വരുന്ന ഒരു സെന്ററാണ്. അവിടെ ഇടയ്ക്ക് പോയി അവിടെ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഉദ്ഘാടകൻ രവി കോശി സാർ പറഞ്ഞൊരു കാര്യം വളരെ കൃത്യമാണ്. നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം അത് എന്ത് തന്നെയായാലും അത് വളരെ ഭംഗിയായി ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കുകയായിരുന്നു. എന്തായാലും ഡോക്ടർ അദ്ദേഹത്തിന്റെ ചുമതലകൾ, അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ ആത്മാർത്ഥമായി, വളരെ ഭംഗിയായി, യാതൊരു മുടക്കം പറയുന്നത് രവി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് എല്ലാ ദിവസവും പറഞ്ഞു.
ആവർത്തിച്ച് പറയുന്ന ആളുകളിൽ പെട്ടവരാണ് ഞങ്ങളൊക്കെ. ഞാൻ തന്നെ നിയമസഭയിൽ എനിക്ക് 5 or 6 തവണ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് നിയമസഭയിൽ പരാമർശം നടത്തിയിട്ടുള്ള ഒരാളാണ് പല അവസരങ്ങളിലായി. അപ്പോൾ എന്തായാലും സാറുമൊക്കെ ഈ ചടങ്ങിന്റെ ഭാഗമായി എത്തിയതിൽ വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന YMCA വൈസ് പ്രസിഡന്റ് ശ്രീ സാജു ചാക്കോ, ഇന്നത്തെ ഉദ്ഘാടനമായിട്ടുള്ള യോഗത്തിന്റെ ഉദ്ഘാടനം ഏറ്റവും ബഹുമാനായിട്ടുള്ള ജസ്റ്റിസ് JB കോശി സാർ, ആരാധനായ MLA ശ്രീ റോജി M. ജോൺ, ചെയർപേഴ്സൺ ശ്രീമതി റീത്ത പോൾ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച സന്തോഷമുള്ള ദിവസമാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് തന്നെ നമുക്കറിയാം. വൈഷ്ണവ് ക്ലബിൻ്റെയും YMCA ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അംഗത്തെ ആദരിക്കുക എന്നുള്ള ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ ഈ മീറ്റിംഗ് തുടക്കം മുതലിപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഡോക്ടറെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കുറിച്ച് വീണ്ടും ഒരു പരിചയപ്പെടുന്ന ആവശ്യം ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൻ്റെ അല്ലെങ്കിൽ സന്ദർഭമനുസരിച്ച് ഡോക്ടറെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. തിരുവല്ല കുമ്പനാട് ചുണ്ടൻപള്ളി തറവാട്ടിൽ CK കോശിയുടെയും സാറാമ്മയുടെയും മകനായിട്ട് ജനിച്ച ഡോക്ടർ, അദ്ദേഹം ഇപ്പം ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മൊത്തം അദ്ദേഹം ചെന്നൈയിലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് ചെന്നൈയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ സമയവും തന്നെ അദ്ദേഹം ചെന്നൈയിലായിരുന്നുള്ള കാര്യം അയാൾക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ നാടുമായിട്ട് ആ കാലഘട്ടത്തിൽ വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നും അദ്ദേഹം MBBS ബിരുദം കരസ്ഥമാക്കി. പിന്നീട് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ MDയും കരസ്ഥമാക്കി. അങ്ങനെ തൻ്റെ ഡോക്ടർ പഠനത്തിന് ശേഷം അദ്ദേഹം തൻ്റെ സേവന മേഖല തിരഞ്ഞെടുത്തത് അങ്കമാലിയാണ്. 1966 മുതൽ 88 വരെ കാലഘട്ടങ്ങളിൽ അങ്കമാലി NF ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് സേവനം ചെയ്തു. ഈ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടർ, അങ്ങനെ I request all the board members of YMCA Club Angamali and Weissman's Club Angamali to present. Of honoring the chief guest with a memento. ചെയർമാനായ നമ്മുടെ സീനിയർ സിറ്റിസന്റെ പ്രസിഡന്റ് തോമസ് സെക്രട്ടറി, ഞങ്ങളുടെ ഏറ്റവും എനിക്ക് അന്ന് അതിനൊക്കെ സെക്രട്ടറിയുടെ പ്രസിഡന്റിന്റെ അടുത്തും ഒക്കെ ഈ അവസരത്തിൽ പ്രത്യേകം ഒരു നന്ദി പറയാണ് പോകുന്നത്. ഞാൻ ഏറ്റവും അവസരം വന്ന ആളാണ്. ഞാൻ പാലയിൽ പരിപാടിക്ക് പോയത് കൊണ്ടാണ് വൈകിയത്. ക്ഷമ ചോദിക്കുന്ന വൈകി എത്തിയത്. ഏതായാലും ഇങ്ങനെ ഒരു നേരത്തെ എല്ലാവരും പറഞ്ഞു ചോദിച്ചു, മഹനീയമായ ഒരു മുഹൂർത്തത്തിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഡോക്ടർ ഞാൻ എൻ്റെ തുടങ്ങിയ സമയത്ത് ആശുപത്രിയിൽ പോയി തുടങ്ങുന്ന സമയത്ത് ഡോക്ടർ അവിടെ ഉണ്ട്. I acknowledge the presence of Sri